ഇറങ്ങിപ്പോക്കിൽ മുതിർന്ന നേതാവ് എ പത്മകുമാറിലൂടെ പുറത്തു വന്നത് പത്തനംതിട്ട CPM-ൽ ഏറെ കാലമായി നീറിപ്പുകയുന്ന വിഭാഗീയതയാണ്. 25-ാം വയസ്സിൽ ഏരിയ സെക്രട്ടറിയും 30-ാം വയസ്സിൽ MLA-യുമായ ആളാണ് എ പത്മകുമാർ. കഴിവില്ലാത്തത് കൊണ്ടാവും പാർട്ടി എന്നെ പരിഗണിക്കാതിരുന്നത് എന്നാണ് പത്മകുമാർ കുറ്റപ്പെടുത്തിയത്. പാർട്ടിയെ വഞ്ചിക്കാനോ ദോഷം വരുത്താനോ ഞാനില്ല, എനിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ട് അറിയിച്ചു എന്ന് മാത്രമെന്നായിരുന്നു പത്മകുമാറിന്റെ പ്രതികരണം. എന്നാൽ CPM സംസ്ഥാന കമ്മിറ്റിയിൽ പരിഗണിക്കപ്പെടാതിരുന്നതിനാൽ അതൃപ്തി പരസ്യമാക്കിയതോടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLA-യുമായ എ പത്മകുമാറിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് BJP-യും കോൺഗ്രസും. ഇത്തരത്തിൽ പല പാർട്ടികളിൽ നിന്നും നിരവധി പേരാണ് കോൺഗ്രസിലേക്ക് വന്നത്. തന്റെ പാർട്ടി വിട്ടുവരാൻ എ പത്മകുമാർ തയ്യാറാണെങ്കിൽ തങ്ങൾക്ക് സ്വീകരിക്കാൻ മടിയില്ലെന്നും പത്തനംതിട്ട DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിലും അറിയിച്ചിരുന്നു. എ പത്മകുമാറിനെ സ്വീകരിക്കുമെന്ന് പത്തനംതിട്ട BJP നേതൃത്വവും അറിയിച്ചു. മറ്റു കാര്യങ്ങൾ സംഘടനാ തലത്തിൽ തീരുമാനിക്കുമെന്നും BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ഐരൂർ പ്രദീപും വ്യക്തമാക്കി. 52 വർഷത്തെ പാർട്ടി പ്രവർത്തനത്തിന് തനിക്ക് ലഭിച്ചത് വഞ്ചനയും അവഹേളനവും ചതിയുമാണെന്നാണ് പത്മകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചത്. ശേഷം പ്രൊഫൈൽ ചിത്രവും മാറ്റി. എന്നാൽ പോസ്റ്റ് ചർച്ചയായതോടെ അദ്ദേഹം കുറിപ്പ് പിൻവലിക്കുകയായിരുന്നു. മന്ത്രി വീണ ജോർജിനെതിരെയും പത്മകുമാർ പരോക്ഷമായി വിമർശനം ഉയർത്തിയിരുന്നു. ഒരാൾക്ക് പാർലമെന്ററി പ്രവർത്തനം മാത്രം കണക്കിലെടുത്ത് സ്ഥാനക്കയറ്റം നൽകാൻ പാടില്ലെന്നായിരുന്നു പത്തനംതിട്ട ജില്ലയെ പ്രതിനിധീകരിക്കുന്ന പത്മകുമാർ വിമർശിച്ചത്. നിലവിൽ പാർട്ടിയുടെ വിവിധ വേദികളിൽ പ്രവർത്തിച്ചതിന്റെ പരിചയമില്ലാത്ത വീണ ജോർജിനാണ് ഇത്തരത്തിൽ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവായി സ്ഥാനം നൽകിയിരിക്കുന്നതെന്നും കുറ്റപ്പെടുത്തി. നിലവിൽ മന്ത്രി വീണ ജോർജിനാണ് ഈ രീതിയിൽ സംസ്ഥാന സമിതിയിൽ ഇടം ലഭിച്ചത്. സമിതിയിലെ 81 അംഗങ്ങൾക്ക് പുറമെ പ്രത്യേക ക്ഷണിതാവായാണ് വീണ ജോർജിന് സമിതിയിൽ ഇടം ലഭിച്ചത്. 17 പുതുമുഖങ്ങളാണ് ഇത്തവണ സമിതിയിൽ. 1983-ൽ ആദ്യ ജില്ലാ കമ്മിറ്റി മുതൽ പത്മകുമാർ അംഗമായിരുന്നു. 36 വർഷമായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണ്. കോന്നിയിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്നു. പിണറായി പക്ഷത്തിന്റെ ശക്തനായ വക്താവായിട്ടാണ് പത്മകുമാർ ജില്ലയിൽ നിലകൊണ്ടിരുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹവും മറ്റൊരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ PB ഹർഷകുമാറും തമ്മിലുണ്ടായ കയ്യാങ്കളിയിൽ പാർട്ടി താക്കീതിൽ വരെ എത്തിയിരുന്നു. ഇത്തവണത്തെ ജില്ലാ സമ്മേളനത്തിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടവരിൽ ഒരാളായിരുന്നു അദ്ദേഹം. അന്ന് തടയപ്പെട്ടപ്പോഴും അടുപ്പക്കാരോട് നിരാശ പങ്കുവച്ചിരുന്നു. സംസ്ഥാന സമിതിയിൽ ഇടമില്ലെന്നറിഞ്ഞപ്പോൾ തന്നെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം സ്വദേശമായ ആറന്മുളയിലേക്ക് മടങ്ങി. ഇറങ്ങിപ്പോക്കിലും തൊട്ടു പിന്നാലെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലും നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. മറ്റന്നാൾ ചേരുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നടപടി ചർച്ചയാകും. അതേസമയം പത്മകുമാർ പാർട്ടി വിടില്ലെന്ന പ്രതീക്ഷയിലാണ് നേതാക്കളും.